അപ്പോൾ ഇനിയിപ്പോൾ കേരളത്തിൽ അധികാര കൈമാറ്റത്തിനുള്ള സമയമാണ്. 10 വർഷത്തെ LDF ഭരണം അവസാനിക്കുന്നു. UDFന്റെ മുഖ്യമന്ത്രിയായി VD സതീശൻ ചുമതലയേൽക്കുന്നു തിങ്കളാഴ്ച. മന്ത്രിമാരെ സംബന്ധിച്ച് ഇന്ന് ധാരണയുണ്ടാകും. രമേശ് ചെന്നിത്തലയുമായി ബന്ധപ്പെട്ട ചില കല്ലുകടികൾ ഉണ്ട് എങ്കിൽ പോലും അതും ഇന്ന് പരിഹരിക്കാനാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് UDF കോൺഗ്രസ് ക്യാമ്പുള്ളത്. മന്ത്രിമാരുടെ എണ്ണവും വകുപ്പ് വിഭജനവും തീരുമാനിക്കാൻ ഉഭയകക്ഷി ചർച്ചകൾ ഇന്ന് നടക്കും. ഇന്നലെ ചേർന്ന UDF നേതൃയോഗത്തിൽ വിശദമായ ചർച്ച നടന്നിരുന്നില്ല. പ്രാഥമികമായ ഒരു ചർച്ച മാത്രമായിരുന്നു. 5 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 2 മന്ത്രിസ്ഥാനം വേണമെന്ന് നേരത്തെ തന്നെ കേരള കോൺഗ്രസ് ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ അംഗീകരിക്കാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ചീഫ് വിപ്പ് സ്ഥാനം കേരള കോൺഗ്രസ് ജോസഫ് പക്ഷത്തിന് കൊടുത്തേക്കും. സുപ്രധാന വകുപ്പ് വേണമെന്ന നിലപാടിലാണ് RSPയും ഉള്ളത്. VV അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അവരുടെ ഏതാണ്ട് ധാരണയിലൊക്കെ ഉണ്ടാകണമെന്നുള്ളതാണ് ഇപ്പോൾ. രമേശ് ചെന്നിത്തലയുടെ വിഷയം മാത്രമാണല്ലോ ഇപ്പോൾ അങ്ങനെ നിൽക്കുന്നത്. മറ്റു മന്ത്രിമാരെ സംബന്ധിച്ച് ഏതാണ്ട് ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ടാകുമോ? പറഞ്ഞു വരുന്ന നിരവധി പേരുകളുണ്ട്. നമ്മൾ ഇന്നലെ മുതൽ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്യുന്ന നിരവധി പേരുകളുണ്ട്. അവരിൽ ആർക്കൊക്കെയാണ് സാധ്യതകൾ കൂടുതൽ? ലീഗിന്റെ 5ാം മന്ത്രിസ്ഥാനം ഇത്തവണയും ഉണ്ടാകുമോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കോൺഗ്രസിലെ പ്രശ്നങ്ങളാണ് കൂടുതൽ തലവേദന ഉണ്ടാക്കുക. രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് ഇപ്പോഴും അവ്യക്തതയുണ്ട്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പ് ലഭിച്ചാൽ മാത്രം മന്ത്രിസഭയിലേക്ക് മതി എന്നൊരു നിലപാടാണ് ഇപ്പോഴും തുടരുന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ VD സതീശനാകട്ടെ ആഭ്യന്തര വകുപ്പ് നൽകാൻ തയ്യാറല്ല. പകരം ധനവകുപ്പ്, പരമാവധി ധനവകുപ്പ് എന്നുള്ളതാണ് VD സതീശൻ വെക്കുന്ന ഫോർമുല. എത്രത്തോളം അത് സാധിക്കും, ചെന്നിത്തല അംഗീകരിക്കും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഒരുപക്ഷെ ഹൈക്കമാൻഡൊക്കെ വീണ്ടും ഇടപെട്ടാൽ സതീശൻ്റെ തീരുമാനത്തിൽ മാറ്റം വരാൻ വേണ്ടിയുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് സെൻട്രൽ സ്റ്റേഡിയത്താണ്. ഇവിടെയാണ് ഈ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. VD സതീശൻ സർക്കാർ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്ന സെൻട്രൽ സ്റ്റേഡിയമാണ്. ഇവിടെ വലിയ ഒരുക്കങ്ങൾ ഇവിടെ പുരോഗമിക്കുന്നു. വലിയ പന്തലുമൊക്കെ ഇന്ന് വൈകുന്നേരത്തോ നാളെ രാവിലെയോടുകൂടി ഉയരും. മന്ത്രിസഭാ പുനഃസംഘടനയിലേക്ക് രൂപീകരണത്തിലേക്ക് പോയാൽ 11 മന്ത്രിമാരും ഒരു മുഖ്യമന്ത്രിയും ഉൾപ്പെടെ 12 മന്ത്രിസ്ഥാനങ്ങളാണ് കോൺഗ്രസ് എടുക്കാൻ കഴിഞ്ഞ മന്ത്രിസഭയിലെ പോലെ ഇത്തവണയും ആലോചിക്കുന്നത്. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറും കോൺഗ്രസ് തന്നെ കൈവശം വച്ചേക്കാം. ലീഗിന് 5 മന്ത്രിമാർ ഉണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കഴിഞ്ഞ തവണ അവരുടെ അവസാനം 5ാം മന്ത്രിവാദമൊക്കെ നമ്മൾ കണ്ടതാണ്. അതുപോലെ ഈ 5 മന്ത്രിമാർ ഇത്തവണയും ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. കേരള കോൺഗ്രസിന് ഒരു മന്ത്രി, അവർക്ക് ഒരു ചീഫ് വിപ്പ് പദവി കൂടി അവർ ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ നൽകാനുള്ള സാധ്യത കുറവാണ്. RSPക്കും CMPക്കും ഓരോ മന്ത്രിമാരുണ്ടാകും. അനൂപ് ജേക്കബും മന്ത്രിസ്ഥാനത്തേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. മാണി സി കാപ്പനും KK രമയും ഈ 2 പേർക്കാകാം ഒരുപക്ഷെ മന്ത്രിസ്ഥാനം വീതം വച്ച് നൽകുക. CP ജോണും മന്ത്രിയാവും. നേരത്തെ UDF മന്ത്രിസഭയിൽ ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വകുപ്പുകളിൽ മാറ്റമുണ്ടാകാനിടയുണ്ട്. വിദ്യാഭ്യാസം ഒരുപക്ഷെ കോൺഗ്രസ് ഏറ്റെടുത്തേക്കും. മറ്റു വകുപ്പുകളുടെ കാര്യത്തിലും തൊഴിൽ വകുപ്പാണ് ഷിബു ബേബി ജോണിന്റെ RSP കഴിഞ്ഞ തവണ നൽകിയത്. ഇത്തവണ അവർ ആ വകുപ്പ് ആഗ്രഹിക്കുന്നില്ല. കുറച്ചുകൂടി നല്ല വകുപ്പ് വേണം, ശക്തമായ വകുപ്പ് വേണം ആവശ്യം അവർക്കുണ്ട്. പക്ഷേ അതിലൊക്കെ ഇനിയും തീരുമാനമാകേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് വീണ്ടും ഉഭയകക്ഷി ചർച്ച വച്ചിരിക്കുന്നത്. ഇന്നലെ കൊണ്ട് ചർച്ചകൾ പൂർത്തിയാക്കാമെന്നായിരുന്നു ആദ്യ ആലോചന. പക്ഷേ അതിനുള്ള സമയം ലഭിച്ചില്ല. VD സതീശൻ ഇന്നലെ കൊച്ചിയിലേക്ക് പോവുകയും അവിടെ ഇന്ന് തുടരാനാണ് ആദ്യം ആലോചിച്ചത്. പക്ഷേ ഈ ചർച്ചകൾ പൂർത്തിയാകാത്തതിന് അദ്ദേഹം തിരികെ എത്തുകയായിരുന്നു. ഏതായാലും ഈ ദിവസങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ രാവിലെ 11 മണിയോടെ അദ്ദേഹം തിരിച്ചെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനുശേഷം ഈ ചർച്ചകൾ തുടരും. മറ്റ് കോൺഗ്രസിലെ കാര്യത്തിലും മന്ത്രിമാരുടെ കാര്യത്തിൽ ചില തർക്കങ്ങളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. KC വേണുഗോപാൽ ഇവിടെ ക്യാമ്പ് ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുകൂലികളായ ആളുകളെ മന്ത്രിസഭയിലേക്ക് കൊണ്ടുവരാനുള്ള കടുത്ത നീക്കങ്ങൾ അദ്ദേഹം നടത്തിയേക്കും. കൊല്ലത്ത് നിന്ന് PC വിഷ്ണുനാഥാണ് KC വേണുഗോപാലിൻ്റെ നോമിനിയായി മന്ത്രിസഭയിലേക്ക് വരേണ്ട പ്രമുഖൻ. പക്ഷേ അവിടെ CR മഹേഷ് ഉൾപ്പെടെയുള്ള പേരുകൾ VD സതീശൻ മുന്നോട്ട് വയ്ക്കും. അതുപോലെ തന്നെ മാത്യു കുഴൽനാടനും മന്ത്രിസഭയിൽ ഏത് സാഹചര്യത്തിലും ഉണ്ടാകണമെന്ന നിർബന്ധം KC വേണുഗോപാലുണ്ട്. പക്ഷേ മാത്യുവിൻ്റെ കാര്യത്തിലും VD ക്യാമ്പിന് അനുകൂല നിലപാടല്ല ഉള്ളത്. ചാണ്ടി ഉമ്മൻ മന്ത്രിസഭയിൽ വരാം എന്ന അഭിപ്രായം പൊതുവിൽ 2 ഗ്രൂപ്പുകൾക്കുമുണ്ട്. അങ്ങനെ ഈ വനിതാ മന്ത്രിമാരായ 2 പേർ, ബിന്ദു കൃഷ്ണയും കൊല്ലം MLA ബിന്ദു കൃഷ്ണയും അരൂരിൽ നിന്ന് ഷാനിമോൾ ഉസ്മാനും വരാൻ തന്നെയാണ് സാധ്യത. അങ്ങനെ ഈ മന്ത്രിമാരുടെ ഒരു അന്തിമ കണക്കെടുപ്പിലേക്ക് കടക്കുന്നേ ഉള്ളൂ. കൃത്യമായ ഒരു രൂപം ഒന്നിലും ആയിട്ടില്ല. വകുപ്പുകളുടെ കാര്യത്തിലും തർക്കമുണ്ട്. ഇന്ന് ഒരു ദിവസം കൊണ്ട് അത് പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയാണ് UDF ക്യാമ്പിനുള്ളത്. എത്രത്തോളം അത് സാധ്യമാകുമെന്ന് വ്യക്തമല്ല. ഇന്നൊരു ദിവസമാണല്ലോ, നാളെ ഞായറാഴ്ച ദിവസമാണ്. ഗവർണർക്ക് ലിസ്റ്റ് കൈമാറേണ്ടതുണ്ട്. ഞായറാഴ്ച ഒരു ലിസ്റ്റ് കൈമാറാൻ സാധിച്ചേക്കാം അവരോട്. ഒപ്പം ഈ ഘടകകക്ഷി മന്ത്രിമാരുടെ കാര്യത്തിൽ നേരത്തെ പറഞ്ഞ പോലെ ധാരണയുണ്ട്. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് മോൻസ് ആയിരിക്കും. ജോസഫിന് ഒരുപക്ഷെ ഒരു പദവി കൂടി, ചീഫ് വിപ്പ് പദവി എല്ലാം കൊടുക്കാം. മാണി സി കാപ്പൻ അടക്കമുള്ള ഘടകകക്ഷി നേതാക്കളുണ്ട്. അവർക്ക് മന്ത്രിസ്ഥാനം കിട്ടുമോ എന്ന കാര്യം നമ്മൾ ചർച്ച ചെയ്യണം. അരുണൻ തുടരുക ദയവായി. ഇപ്പോൾ VD സതീശൻ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക്
പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നലെ വൈകുന്നേരം ഉജ്ജ്വല സ്വീകരണമാണ് വി ഡി സതീശന് കൊച്ചി കോൺഗ്രസ് പ്രവർത്തകർ നൽകിയത്. അതിനുശേഷം ഒരു പോലീസ് എസ്കോർട്ട് വാഹനം കൂടി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിയുക്ത മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഇന്നലെ തന്നെ എസ്കോർട്ടും പൈലറ്റും മാത്രം മതി, എസ്കോർട്ടും പൈലറ്റും വേണ്ട എന്ന് പറഞ്ഞെങ്കിലും പോലീസിന്റെ Z+ കാറ്റഗറി സുരക്ഷയുള്ള മുഖ്യമന്ത്രിക്ക് അത്തരമൊരു സുരക്ഷയുണ്ട്. സ്വാഭാവികമായും അത്തരം സുരക്ഷയിൽ അദ്ദേഹം ഇപ്പോൾ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം തിരുവനന്തപുരത്ത് വന്നതിന് ശേഷമായിരിക്കും മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ, മന്ത്രിമാർ സംബന്ധിച്ചുള്ള തീരുമാനങ്ങൾക്ക് ഉണ്ടാവുക. ഒപ്പം അരുണ്, ഈ KC വേണുഗോപാൽ ഇന്നലെ തിരുവനന്തപുരത്ത് എത്തിയിരുന്നു. അദ്ദേഹം രമേശ് ചെന്നിത്തലയെ കാണുമെന്ന് അറിയിച്ചിട്ടുണ്ട്. രമേശ് ചെന്നിത്തല അനുനയിപ്പിക്കാൻ ശ്രമങ്ങളുണ്ട്. ഒപ്പം തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കിട്ടാത്തതിലുള്ള അതൃപ്തി അദ്ദേഹം പറയുന്നുണ്ട് പലരോടും. തനിക്കൊപ്പമുള്ളവർ PC വിശ്വനാഥ് അടക്കമുള്ള ആളുകൾ ഇവരെ ഉൾപ്പെടുത്തുക മന്ത്രിസഭയിൽ എന്നുള്ളത് പ്രധാനമാണ്. അത് ഒരു പ്രാധാന്യം മന്ത്രിസഭയിലെങ്കിലും തൻ്റെ പക്ഷത്തിന് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ലക്ഷ്യം കൂടി ഇന്നലത്തെ കേസിയുടെ വരവിന് ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും. തീർച്ചയായിട്ടും KC വേണുഗോപാലിൽ കടുത്ത നിലപാടെടുക്കുമെന്ന് ഉറപ്പാണ്. KC വേണുഗോപാലിന് തൻ്റെ അനുകൂലികളെ മന്ത്രിസഭയിൽ പരമാവധി പ്രധാന മന്ത്രിസ്ഥാനങ്ങളും അതുപോലെ തന്നെ പ്രധാന പദവികളിലും തൻ്റെ ആളുകളെ കൊണ്ടുവരാൻ KC വേണുഗോപാൽ വലിയ ശ്രമം നടത്തുമെന്ന് ഉറപ്പാണ്. അതിനൊപ്പം രമേശ് ചെന്നിത്തല കൂടി യോജിച്ചാൽ ഒരുപക്ഷെ സതീശന് അദ്ദേഹം ആഗ്രഹിക്കുന്ന പോലുള്ളൊരു ക്യാബിനറ്റ് രൂപീകരിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഒരു ആശങ്ക സതീശൻ ക്യാമ്പിൽ ഉള്ളത്. പക്ഷേ സതീശൻ കടുത്ത നിലപാടിലാണ്. തൻ്റെ മന്ത്രിസഭയാണെങ്കിൽ അതിൽ താൻ നിശ്ചയിക്കുന്ന ആളുകൾ കൂടി വേണം, അല്ലെങ്കിൽ തനിക്ക് ഭരണം കൊണ്ടുപോകാൻ. ഇത് സ്വാഭാവികമായി ഇപ്പോൾ ഒരു ചെറിയ താരതമ്യം വരുന്നത് 2006 VS സർക്കാരുമായാണ്. VS സർക്കാരിൽ വലിയ ഏതാണ്ട് അത്രത്തോളം ഒന്നും എത്തിയില്ലെങ്കിലും വലിയ ജനകീയ പ്രക്ഷോഭത്തിനൊടുവിലാണ് VS മുഖ്യമന്ത്രിയായി വരുന്നത്. അതുപോലെ എത്തിയില്ലെങ്കിൽ പോലും അത്തരം ചില സൂചനകൾ നൽകിക്കൊണ്ടാണ് VD സതീശന് വേണ്ടി വലിയ പ്രകടനങ്ങൾ സംസ്ഥാനത്ത് പല ഭാഗങ്ങളിൽ നടന്നത്. അങ്ങനെ വരുമ്പോൾ രണ്ടുപേരും പാർട്ടി താല്പര്യത്തിന് വിരുദ്ധമായി, പാർട്ടി വലിയൊരു വിഭാഗത്തിന് താല്പര്യത്തിന് വിരുദ്ധമായി മുഖ്യമന്ത്രിമാരായവരാണ്. ആ സർക്കാരിൻ്റെ കാര്യം നോക്കുമ്പോൾ അക്ഷരാർത്ഥത്തിൽ പാർട്ടിയുടെ പിടിയിലായിരുന്നു VS അച്യുതാനന്ദൻ. തീരുമാനങ്ങളൊക്കെ ചുറ്റും അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കം, പൊളിറ്റിക്കൽ സെക്രട്ടറി അടക്കം, മന്ത്രിസഭയിൽ പ്രധാനികൾ ഏതാണ്ട് എല്ലാവരും ഒന്നോ രണ്ടോ ആളുകൾ മാറ്റി നിർത്തിയാൽ പിണറായി പക്ഷം നേതാക്കളായിരുന്നു അന്ന്. അതുകൊണ്ട് തന്നെ പാർട്ടി തീരുമാനം അല്ലെങ്കിൽ VSന് സ്വന്തം തീരുമാനങ്ങൾ നടപ്പാക്കാൻ, അല്ലെങ്കിൽ അതേ താല്പര്യ തീരുമാനം നടപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് അന്ന് VS സർക്കാർ പോയി. അതുപോലെ കൈകാലുകൾ കെട്ടിയിട്ട നിലയിൽ VD സതീശൻ്റെ പ്രവർത്തനം മാറുമെന്ന ആശങ്ക അദ്ദേഹത്തിന് ക്യാബിനുണ്ട്. പക്ഷേ VD സതീശൻ നമുക്കറിയാം, അദ്ദേഹം കടുത്ത ശക്തമായ നിലപാടെടുക്കുന്നയാളാണ്. ഒരു കാരണവശാലും ഇതിൽ പിന്മാറുന്ന നിലപാടെടുക്കുന്നയാളാണ്. ആ രീതിയിൽ അദ്ദേഹം തുറന്നാൽ അത് ഒരു വലിയൊരു തർക്കത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോകാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതായാലും അത്ര എളുപ്പമാകില്ല ഈ മന്ത്രിസഭ. കോൺഗ്രസിലെ മന്ത്രിമാരുടെ വിഭജനവും ആരൊക്കെ മന്ത്രിസഭയിലേക്ക് എത്തും, ഏതൊക്കെ വകുപ്പുകൾ നൽകുമെന്ന കാര്യവും അതുപോലെ തന്നെ ഇപ്പുറത്തെ UDFിലെ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.